ആശ. ആളടുത്തേക്ക് ഓടിയെത്തിയതും താക്കീതോടെ വിശ്വജിത്ത് വിളിച്ചു. ഞാൻ ഹോസ്റ്റലിലേക്കാണ്. സാർ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ട് വിളിച്ചെന്ന് മാത്രം. ഒരു മൂളോടെ അവൻ മുന്നോട്ട് നടന്നു. ആളെ എപ്പോഴാണ് എനിക്കൊന്ന് കാണിച്ചു തരാ? ഒരു പരുങ്ങലോടെയാണ് അവളത് ചോദിച്ചത്. തനിക്ക് എന്താ വേണ്ടത്? എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അയ്യോ സോറി സാർ, ഞാൻ ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. സംഭവം എനിക്ക് സാറിനോട് ഒരു ഇഷ്ടം തോന്നി, ഞാനത് തുറന്നു പറഞ്ഞു. സാറിൻ്റെ ലൈഫിൽ വേറൊരാൾ ഉണ്ടെന്ന് പറഞ്ഞതോടെ ഞാനത് വിട്ടു. ആ ആളെ കാണാൻ ഒരാഗ്രഹം, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു വർഷം മുന്നേ കണ്ട ആളെ അല്ല സാറ്. ആകെ മാറിപ്പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ല തലവേദന, അതുകൊണ്ട് ലീവാക്കിയതാ. പിന്നെ സംസാരിക്കാടോ. ഓക്കെ സാർ, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ. വിശ്വജിത്ത് അവളെ നോക്കാതെ തന്നെ ഒന്ന് മൂളി. ഹോസ്റ്റൽ എത്തിയതും ആശ അങ്ങോട്ട് തിരിഞ്ഞു. ഈ വർഷം PGക്ക് ജോയിൻ ചെയ്താണ് ആശ. ക്ലാസ് തുടങ്ങി ആഴ്ച ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും സാറിനോട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞ് മുന്നിൽ വന്നിരുന്ന ആളാണ് ആശ. അന്നേ പറഞ്ഞിരുന്നു എൻ്റെ ലൈഫിൽ വേറൊരാളുണ്ടെന്ന്. പിന്നീട് എപ്പോൾ ഒറ്റയ്ക്ക് കണ്ടാലും ആരാ ആള് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദ്യമായി വരും. ആദ്യമൊക്കെ ചിരിച്ചു വിടുകയായിരുന്നു. നില പോയതിൽ പിന്നെ അതിന് കഴിയാറില്ല. നല്ലോണം ദേഷ്യം വരും. പിന്നെ പഠിപ്പിക്കുന്ന കുട്ടിയല്ലേ എന്ന് വെച്ച് ഒഴിവാക്കി വിടാണ് പതിവ്. ആശയെക്കുറിച്ച് ആലോചിച്ചാണ് വിശ്വജിത്ത് വീട്ടിലേക്ക് കയറി ചെന്നത്. ഡോർ തുറന്ന് നേരെ സോഫയിലേക്ക് കിടക്കാണ് അവൻ ചെയ്തത്. ആ കിടപ്പിൽ അവൻ നിലയെ മാത്രമാണ് ഓർത്തത്. ജിതിൻ്റെ വാക്കുകൾ അവളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് അവൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജിതിൽ നിന്ന് അവൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചതിൽ അത്ഭുതവുമില്ല. പക്ഷെ എന്നെ എന്തിയെ മറന്നു, അതുമാത്രം അവൻ അറിയേണ്ടതുള്ളൂ. ഉള്ളിൽ നിലയോടുള്ള പരിഭവവും പരാതിയും ഏറി വന്നു. ആ കിടപ്പിൽ അവൻ മയങ്ങിപ്പോയി. വിചാരിച്ചതിലും ഒരു ദിവസം മുന്നേ സനിയുടെ ടീമിൻ്റെ വർക്ക് കഴിഞ്ഞു. രാത്രി ഏറെ വൈകിയെങ്കിലും അവൻ ഫ്ലാറ്റിലേക്ക് പോകാനിറങ്ങി. പുലർച്ചെ 1:30 കഴിഞ്ഞു അവൻ ഫ്ലാറ്റിലെത്തുമ്പോൾ. ആരെയും വിളിക്കാൻ നിൽക്കാതെ സ്പെയർ കീ വെച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഒന്ന് ഫ്രഷായി കിടക്കണം എന്ന ചിന്ത മാത്രം ഉള്ളായിരുന്നു അവനെ. 2 ദിവസത്തേക്ക് ലീവും എടുത്താണ് വന്നേക്കുന്നത്. വാതിൽ ലോക്ക് ചെയ്തു അവൻ ലിവിംഗ് റൂമിലെ ഡിം ലൈറ്റ് ഇട്ടു. 3 BHK ഫ്ലാറ്റാണത്. ആദ്യം കാണുന്ന നിലയുടെ റൂം തുറന്നു കിടക്കുന്നത് കണ്ട് അവനൊന്ന് സംശയിച്ചു. എന്നാലും പോയി നോക്കാൻ നിന്നില്ല. നേരെ അവൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ആണ് കോമൺ ബാൽക്കണിയിൽ അവൾ നിൽക്കുന്നത് സനി കണ്ടത്. അവൻ വന്നതും ഡോർ തുറന്നുമെന്നും അവൾ അറിഞ്ഞിട്ടില്ല. പുറത്തേക്ക് നോക്കി ഒരേ നിൽപ്പാണ്. അവളുടെ ആ നിൽപ്പ് കണ്ട് ഒന്ന് നെടുവീർപ്പിട്ടുക മാത്രം ചെയ്തു സനി. റൂമിൽ കയറി ഒന്ന് ഫ്രഷായിട്ട് അവൻ പുറത്തേക്ക് വന്നു. നില അവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവനറിയാമായിരുന്നു. ബാൽക്കണിയുടെ സ്ലൈഡ് നീങ്ങുന്ന ശബ്ദം കേട്ട് നില തിരിഞ്ഞു നോക്കി. അവനെ അവിടെ അപ്പോൾ പ്രതീക്ഷിച്ചില്ലെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി. സനി ഒന്നും പറയാതെ നില നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് വന്നിരുന്നു. 2-3 നിമിഷം കഴിഞ്ഞു നില അവന് അടുത്തേക്ക് വന്നിരുന്നു. സനിച്ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? കുറച്ചു നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം അവൾ തിരക്കി. സനിച്ചേട്ടൻ എന്ന ആ വിളിയിൽ തന്നെ അവൻ്റെ മുഖം അയഞ്ഞു. വളരെ നാളുകൾക്ക് ശേഷമാണ് ആ വിളി തന്നെ. ദേഷ്യമല്ല നിള, എനിക്ക് നിന്നെ അറിയണം. ഇങ്ങനെ ഓടി ഒളിച്ചു വരാൻ മാത്രം വിശ്വസാറും നിനക്കും ഇടയിൽ എന്താ പ്രശ്നം? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ? സനി അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. അവൾക്ക് ആകെ ഒരു പിരിമുറുക്കം തോന്നി. എനിക്കറിഞ്ഞേ പറ്റൂ നിള. അവൾ മടിക്കുന്നത് കണ്ട് അവൻ വീണ്ടും പറഞ്ഞു. എനിക്ക് ജിതിനേട്ടനെ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ സനിച്ചേട്ടൻ വിശ്വസിക്കുമോ? എന്തേ ഇപ്പോഴും ഇഷ്ടമല്ലേ? അവളുടെ ചോദ്യത്തിൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇഷ്ടം പ്രണയമായെന്ന് പറഞ്ഞാൽ? സനിയുടെ കണ്ണുകൾ മിഴിയുന്നത് കണ്ട് അവൾ ആ വാചകം മുഴുവനാക്കാൻ മടിച്ചു. ഒപ്പം സ്വയം ഒരു അവജ്ഞതയും തോന്നി. ജിതിൻ ചേട്ടൻ നീലിമ ചേച്ചിയുടെ ഹസ്ബൻഡ് ആളാണോ? പക്ഷേ നിള, ജിതിനും നീലിമയും തമ്മിൽ അടുപ്പം കണ്ട് മുൻപ് അമ്പരപ്പ് തോന്നുന്നതുകൊണ്ട് തന്നെ അവനത് വിശ്വസിക്കാൻ കഴിയാതെ വീണ്ടും ജിതിൻ താൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയല്ലേ എന്ന് സംശയിച്ചു. അവൻ്റെ അമ്പരപ്പ് കണ്ട് ഇത്തിരി മടിച്ചാണെങ്കിലും നിള തുറന്ന് പറയാൻ ഒരുങ്ങി. ഇനി അവനോട് സംസാരിക്കാതെ അവൾക്ക് നിവൃത്തിയില്ലായിരുന്നു. കുഞ്ഞിലെ മുതൽ ജിതിൻ്റെ കയ്യിൽ പിടിച്ച് പിച്ച വച്ച് തുടങ്ങിയത് മുതലുള്ള ഓരോന്നും നിള ഓർത്തോർത്ത് പറഞ്ഞു തുടങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും മരണം വരെ ഒരു വിങ്ങലോടെ അവൾ പറഞ്ഞൊപ്പിക്കുമ്പോൾ ജിതിനിലേക്കുള്ള അവളുടെ ഇഷ്ടത്തിൻ്റെ നിറം മാറി തുടങ്ങാനുള്ള കാരണം അവൻ വ്യക്തമായി. കോളേജ് ലൈഫിൽ നിന്ന് ജോബിൽ കയറുന്നത് വരെയുള്ളവ അവൾ പറഞ്ഞു നിർത്തി. ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്നാണ് സനി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ജിതിൻ്റെയും നീലിമയുടെയും വിവാഹശേഷം നില അതൊക്കെ മറന്നു പഴയ പോലെയായിരുന്നു.
മാത്രമല്ല വിശ്വസാറുമായുള്ള അവളുടെ റിലേഷൻ ആത്മാർത്ഥവുമായിരുന്നു. സനി വീണ്ടും ചോദിച്ചു തുടങ്ങും മുന്നേ വളരെ ബുദ്ധിമുട്ടി തന്നെ പിന്നീടുള്ളത് നില പറഞ്ഞു തുടങ്ങി. വിശ്വസാർ എന്നോട് തുടർന്ന് സംസാരിച്ച ദിവസം തന്നെ ആളെക്കുറിച്ച് എനിക്ക് ജിതിനേട്ടനോട് പറയാൻ പറ്റും വിധം ഞങ്ങളുടെ ഇടയിലേക്ക് ആ പഴയ ബോണ്ട് തിരിച്ചെത്തിയിരുന്നു. അടുത്ത വീക്ക് വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ ജിതിനേട്ടനും കൂടെ വന്നു. ഒറ്റ സംസാരത്തിൽ തന്നെ സാറിന് ജിതിനേട്ടനെ ഇംപ്രസ് ചെയ്യാൻ പറ്റി. വളരെ വേഗം തന്നെ അവർക്കിടയിൽ നല്ലൊരു അടുപ്പം വന്നു. നീലിമ ചേച്ചിക്കും സാറിനെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അമ്മമ്മയോടും മറ്റും പതിയെ പറയാമെന്നായിരുന്നു ജിതിനേട്ടൻ പറഞ്ഞത്. എക്സാമിന് ഉഴപ്പിയതിന് സാറും ചേച്ചിയും നല്ലോണം വഴക്ക് പറഞ്ഞപ്പോൾ ജിതിനേട്ടൻ എനിക്കൊപ്പം നിന്നു. ഹോസ്റ്റലൊക്കെ വിട്ട് പഴയ പോലെ എല്ലാവരും ഒന്നിച്ച് വീട്ടിലൊരു ഓളമായിരുന്നു. ഞാൻ ജോലിക്കും കയറി, എല്ലാം കൊണ്ടും ലൈഫ് ഹാപ്പി. ഇടയ്ക്ക് കുശുമ്പ് കയറുന്നത് ജിതിനേട്ടൻ എന്നേക്കാൾ പരിഗണന സാറിന് കൊടുക്കുമ്പോൾ മാത്രമാണ്. അന്നൊരു സൺഡേ ആയിരുന്നു. പുറത്തേക്ക് പോകാൻ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. പോകാൻ നേരം ആകെ ഒരു വയ്യായിക പറഞ്ഞ് ചേച്ചി വന്നില്ല. ഞാനും ജിതിനേട്ടനും തനിച്ചാണ് പോയത്. പിന്നീടുള്ളത് ഓർക്കാൻ പോലും വിമിഷ്ടപ്പെടുന്നവളെ വല്ലായ്മയോടെ സനി നോക്കി. തുടരും. സ്നേഹത്തോടെ, അഭിനവി.